Good morning and welcome to Vartamanam. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഇന്ന് പത്രലോകം തരുന്ന പരമപ്രധാനമായ വാർത്ത സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 49 ദിവസമായി നടന്നുകൊണ്ടിരുന്ന ബിജെപിയുടെ നിരാഹാര സമരമുണ്ടല്ലോ, ആ സമരം ഇന്നലെ പിൻവലിച്ചു. എന്തിനാണ് സമരം എന്ന് ചോദിച്ചാൽ, ഡിസംബർ 3-ന് 15 ദിവസത്തെ ക്രമം തീരുമാനിച്ച് 3-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ആരംഭിച്ച ഒരു അനിശ്ചിതകാല നിരാഹാര സമരമായിരുന്നു അത്. അതിൻ്റെ ആരംഭത്തിൽ തന്നെ കല്ല് കടിച്ചു. ആദ്യം 15 ദിവസമെന്ന് തീരുമാനിച്ചു, അതിനുശേഷം അനിശ്ചിതകാല നിരാഹാരമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്തായിരുന്നു ആവശ്യങ്ങൾ? ഒന്ന്, ശബരിമലയിലെ നിരോധനാജ്ഞ പിൻവലിക്കുക, അതായിരുന്നു ഒരു ആവശ്യം. മറ്റൊന്ന്, കെ സുരേന്ദ്രനെ കള്ളക്കേസിൽ കുടുക്കിയത്രേ, അദ്ദേഹത്തെ പുറത്തുവിടുക. തുടർന്ന് ഭക്തർക്ക് മലയിൽ സൗകര്യങ്ങൾ നൽകുക, ഉദ്യോഗസ്ഥന്മാരുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സർക്കാർ നടപടിയെടുക്കുക തുടങ്ങിയ 4 ആവശ്യങ്ങളാണ് അന്ന് ഉന്നയിച്ചത്. ഇതിൽ ഒരൊറ്റ ആവശ്യവും അംഗീകരിക്കപ്പെട്ടില്ലല്ലോ. ശബരിമലയിലെ നിരോധനാജ്ഞ അവസാന ദിവസം വരെ നിലനിന്നു, പിൻവലിച്ചില്ല. കെ സുരേന്ദ്രനെ എല്ലാ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച ശേഷം മാത്രമാണ് അദ്ദേഹത്തെ പുറത്തേക്ക് വിട്ടത്. ഈ നിലയ്ക്ക് ഒരൊറ്റ കാര്യവും നേടുന്നതിന് വേണ്ടി ശ്രമിക്കാതെ, ഒരു കാര്യവുമില്ലാതെ ഒരു സമരം 49 ദിവസം അവിടെ നടത്തി. ആദ്യ ദിനങ്ങളിലെ പ്രമുഖ നേതാക്കൾ നിരാഹാരമനുഷ്ഠിച്ച ആദ്യ ദിനങ്ങളിലെ, അതായത് രാധാകൃഷ്ണൻ, പത്മനാഭൻ രാധാകൃഷ്ണൻ, ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ 3 പ്രമുഖ നേതാക്കൾക്ക് ശേഷം ആരാണ് അവിടെ കിടക്കുന്നത് എന്നുപോലും ആ പാർട്ടിയുടെ പ്രസിഡന്റിന് ഉറപ്പുണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ പ്രസംഗമധ്യേ പ്രസിഡന്റ് അടുത്ത് നിൽക്കുന്ന ആളിനോട്, അല്ല ഇപ്പോഴാരാണ് സെക്രട്ടേറിയറ്റ് നടയിൽ നിരാഹാരം കിടക്കുന്നത്? ലക്ഷ്മി കിടന്നപ്പോഴാണെന്ന് തോന്നുന്നു. ഏതായാലും ആരാണ് എന്ന് ചോദിക്കേണ്ട ഗതികേടുണ്ടാവുകയും ചെയ്തു. എന്തെങ്കിലും നടന്നുപോയെന്ന് ചോദിച്ചാൽ, ഉത്സവം മുഴുവൻ ഇറങ്ങുന്ന അന്ന് വരെ ഒന്നും സംഭവിച്ചില്ല, പുതിയതായി ഒന്നും സംഭവിച്ചില്ല, ആരും ചർച്ചയ്ക്ക് വിളിച്ചില്ല. പിന്നെ എങ്ങനെയാണ് പിൻവലിച്ചത്? ഏകപക്ഷീയമായി പിൻവലിച്ചു. 5-ാം ഘട്ട സമരം തീർന്നു എന്നാണ് അതേ സംബന്ധിച്ച് ശ്രീധരൻ പിള്ള പ്രസംഗിച്ചത്. 5 ഘട്ടങ്ങൾ ഏതാണ് എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും 5 ഘട്ടങ്ങൾ തീർന്നു ഈ നിരാഹാരം പിൻവലിക്കുന്നതിലൂടെ. ഇനി 6-ാം ഘട്ടം സമരം തുടരുകയാണ്. അതാണ് അതേ സംബന്ധിച്ചു പറഞ്ഞത്. 6-ാം ഘട്ടം സമരം എന്താണ്? അത് ജനസമ്പർക്കമാണ്. 2 ആഴ്ച നീണ്ടു നിൽക്കുന്ന ജനസമ്പർക്കം. ജനസമ്പർക്കം എങ്ങനെ സമരമാകും? അതൊരു പാർട്ടിയുടെ പരിപാടി മാത്രമല്ലേ. പക്ഷേ BJPക്ക് അങ്ങനെയല്ല, അതും സമരമാണ്. ജീവിതം സമരം എന്നൊക്കെ പറയുന്നത് മാതിരി ആ ജനസമ്പർക്ക പരിപാടിയും സമരമാണ്. അത് കഴിഞ്ഞ് വീണ്ടും എല്ലാ മാസം 1-ാം തീയതിയും നിരാഹാര സമരം, മലയാള മാസം 1-ാം തീയതി. ആ നിലയ്ക്കാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത്. സമരം തുടങ്ങുമ്പോൾ എന്തിന് എന്നറിയില്ല, വ്യക്തമായ ധാരണയില്ല. സമരം നടക്കുമ്പോൾ ധാരണയില്ല. ആളും ആരവവും ഒഴിഞ്ഞപ്പോൾ 49 ദിവസം പിന്നിട്ടപ്പോൾ ഏകപക്ഷീയമായി അത് പിൻവലിക്കപ്പെട്ടു. ഒരു നല്ല നിലവാരത്തിലല്ല അതിൻ്റെ ആരംഭവും അതിൻ്റെ വികാസവും അതിൻ്റെ പരിണിതിയും നടന്നത് എന്ന് പറയാതെ വയ്യ. നോക്കൂ, സിറാജ് എന്ന പത്രം അതിൻ്റെ 1-ാം പുറത്ത് സമരം പിൻവലിച്ച വാർത്ത തരുന്നു. ശബരിമല യുവതീ പ്രവേശം, നിരാഹാര സമരം അവസാനിപ്പിച്ച് BJP കണ്ണിൽ പൊടിയിടാൻ അടുത്ത സമരം എന്ന് പറഞ്ഞാൽ ഇതപര്യന്തം നടന്ന സമരത്തെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് ആ പത്രം ഭംഗ്യന്തരേണ പറയുന്നത്. ശബരിമല വിഷയത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ BJP നടത്തി വന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ അടുത്ത സമരഘട്ടം പ്രഖ്യാപിച്ചാണ് BJP സമരം അവസാനിപ്പിച്ചത്. നിരാഹാരം നടത്തി വന്ന BJP കേന്ദ്ര നിർവാഹക സമിതി അംഗം
PK കൃഷ്ണദാസിന് ഗാന്ധിയന്മാരായ ഗോപിനാഥൻ നായരും അയ്യപ്പൻ പിള്ളയും നാരങ്ങാ നീര് നൽകി. പൂച്ചയ്ക്കെന്താണ് പൊന്നുരുക്കുന്നിടത്ത് കാര്യം എന്ന് ചോദിച്ച മാതിരി ഈ സമരക്കാർക്ക് ഇടയിൽ എന്തിനാണ് ഗാന്ധിയന്മാർക്ക് എന്താണ് കാര്യം? അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും നാരങ്ങാ നീര് കൊടുക്കാൻ ഒരു ചടങ്ങ് എന്ന നിലയ്ക്ക് പേരിന് ഒന്നോ രണ്ടോ ഗാന്ധിയന്മാർ വേണം. ഈ ഗാന്ധിയന്മാർ എന്ത് കണ്ടിട്ടാണ് അങ്ങോട്ട് പോയത്? ഈ ചെയ്തിയിലൂടെ അവരെ എങ്ങനെയാണ് പിന്നീട് ഗാന്ധിയന്മാർ എന്ന് വിളിക്കുന്നത്? ഗാന്ധിയൻ എന്ന് പറയുന്നത് അപാരമായ ഒരു വലിയ ഉന്നതമായ മാതൃകയാണ്. ആ മാതൃക എന്ന് പറഞ്ഞാൽ നിരന്തര സമരത്തിൻ്റെ ആളായിരുന്നു ഗാന്ധിജി. കോൺഗ്രസ് അധികാരം നേടിയതിന് ശേഷം, സ്വാതന്ത്ര്യം നേടിയതിന് ശേഷം കോൺഗ്രസിനെതിരെയും അദ്ദേഹം സമരം ചെയ്തു. ആ സമര നൈരന്തര്യത്തിൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന ആളുകൾ ഇവരെ എന്ത് വിളിക്കണമെന്ന് പ്രേക്ഷകർ തീരുമാനിക്കുക. ഗോപിനാഥൻ നായരും അയ്യപ്പൻ പിള്ളയും. അയ്യപ്പൻ പിള്ള ഇനി അയ്യപ്പൻ എന്നുള്ള പേര് കൊണ്ട് കൊണ്ടുവന്നതാണോ എന്നറിയില്ല. ഏതായാലും അപമാനമാണ് ഗാന്ധിജിക്ക് ഈ രണ്ട് ബിരുദന്മാർ. ഇവരെ എങ്ങനെയാണ് ഗാന്ധിയന്മാരെന്നൊക്കെ വിളിക്കുന്നത് എന്ന് യഥാർത്ഥ ഗാന്ധിയന്മാരുണ്ടെങ്കിൽ, ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് തീരുമാനിക്കാവുന്നതാണ്. സമരം അവസാനിപ്പിക്കുകയാണെന്ന പ്രഖ്യാപനം BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള അവിടെ നടത്തി. അങ്ങനെ നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞു, പൂർണ്ണ വിജയമല്ല സമരം, അതായത് സമരം പരാജയം എന്ന് അതിൻ്റെ നേതാവ് തന്നെ സമ്മതിക്കുന്നു. എല്ലാം ആദ്യമാണ് നാം കേൾക്കുന്നത്. അതിനെ മുൻനിർത്തി BJPയിൽ വലിയ വാഗ്വാദങ്ങളും ഭിന്നാഭിപ്രായങ്ങളും രൂപപ്പെടുന്നു എന്നൊക്കെ വാർത്ത വന്നുകൊണ്ടേയിരിക്കുന്നു. ഏതായാലും സമരത്തിൻ്റെ അഞ്ച് ഘട്ടങ്ങളും വിജയമായിരുന്നു. ശബരിമല സമരത്തെ സവർണരുടെ സമരമെന്നാണ് മുഖ്യമന്ത്രി ആക്ഷേപിച്ചത്. ചില പത്രമാധ്യമങ്ങളും സമരത്തിനെതിരെ രംഗത്ത് വന്നു. സമരത്തിൻ്റെ 5ാം ഘട്ടത്തിലും ജനഹിതം BJPക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും PS ശ്രീധരൻപിള്ള അവകാശപ്പെട്ടു. അങ്ങനെ കൊട്ടിക്കോശങ്ങളോടെ ആരംഭിച്ച മലയിറങ്ങിയ BJPക്കാർ കണ്ടെത്തിയ ആ സമരമുറയും എന്താ പറയുക, എവിടെയൊക്കെയോ തട്ടിത്തടഞ്ഞ് ഒടുവിൽ ഒലിച്ച് നേർത്ത ഒരു ചാലായി അവസാനിക്കുകയും ചെയ്തു. നടയടച്ചു ശബരിമലയിൽ, അതാണ് വാർത്ത. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ശബരിമല നടയടച്ചു. അയ്യന് ചാർത്തിയ തിരുവാഭരണം പന്തളം രാജകൊട്ടാര പ്രതികൾക്ക് കൈമാറിയതിനു ശേഷമാണ് നടയടച്ചത്. പന്തളം കൊട്ടാര പ്രതിനിധി മാത്രമായിരുന്നു ഇന്നലെ ശബരിമല ദർശനം നടത്തിയത്. പിന്നീട് അയ്യപ്പനെ യോഗനിദ്രയിലാക്കുന്നതിനുള്ള പൂജകൾ ചെയ്തു. അതിനുശേഷം ഹരിവരാസനം പാടി ശബരിമല നടയടച്ച് താക്കോൽ പന്തളം രാജപ്രതിനിധിക്ക് കൈമാറി. രാജപ്രതിനിധി താക്കോൽ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർക്ക്, അതായത് ശബരിമലയുടെ യഥാർത്ഥ ഉടമയ്ക്ക് കൈമാറി. അതിന്നലെ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞേ ഇനി ഈ സംഭവഗതികൾ അരങ്ങേറുകയുള്ളൂ. ഇതിനിടയ്ക്ക് എല്ലാ മലയാള മാസം 1-ാം തീയതിയും നട തുറന്ന് 5-ാം തീയതി വരെ ദർശനമുണ്ടാവുകയും ചെയ്തു. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴുണ്ടായ കുഴപ്പങ്ങൾ, അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നട തുറന്നാലും കൃത്യമായി എല്ലാവർക്കും സുപ്രീം കോടതി വിധി അനുസരിച്ച് യുവതികൾക്കടക്കം എല്ലാവർക്കും ദർശനം കിട്ടുന്ന അവസ്ഥ ഇനി എല്ലാ മാസവും 1-ാം തീയതിയാണ് വെല്ലുവിളിക്കപ്പെടുന്നത്. ശബരിമലയിൽ ഇനി ഉത്സവം വരുന്നത് അടുത്ത വർഷമാണ്. അപ്പോഴേക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടിരിക്കും എന്ന പ്രതീക്ഷ മാത്രം ബാക്കി നിൽക്കുന്നു. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. ഏതായാലും ഇത്തവണ ശബരിമല സീസൺ, ഉത്സവത്തിൻ്റെ സീസൺ ആരംഭിച്ചപ്പോൾ തുലാം മാസം മുതൽ നടന്ന അലങ്കോലങ്ങൾ, അക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിന് ശമം വന്നിരിക്കുന്നു. എല്ലാ പ്രക്ഷോഭങ്ങളും മലയിറങ്ങിയിരിക്കുന്നു. ഇന്ന് സിറാജിൻ്റെ 1-ാം പുറം തരുന്ന മറ്റൊരു വാർത്ത, തന്ത്രിക്ക് നോട്ടീസ് ലഭിച്ചു. ഈ സീസണിൽ ശുദ്ധിക്രിയ തന്ത്രിക്ക് പട്ടികജാതി വർഗ കമ്മീഷൻ നോട്ടീസ് അയച്ചു. ശബരിമലയിൽ ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയതിന് ശുദ്ധിക്രിയ നടത്തിയ സംഭവത്തിൽ സംസ്ഥാന പട്ടികജാതി വർഗ കമ്മീഷൻ തന്ത്രിക്ക് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. കമ്മീഷൻ അംഗം S അജയ്കുമാർ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. തുടങ്ങിയ വാർത്തകളും തരുന്നു പത്രങ്ങൾ
ഇന്ന്. ദേശാഭിമാനി ഈ സമരാവസാനത്തെ വിശദീകരിച്ചത് നാടകാന്ത്യം, നാണംകെട്ട് BJP എന്നാണ് ആ സംഭവത്തെ BJP വിശേഷിപ്പിക്കുന്നത്. അത് സ്വാഭാവികമാണ് താനും. സമരം വിജയമായില്ലെന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ കുംഭസാരത്തോടെയാണ് സമര നാടകത്തിന് തിരശീല വീണത്. സുമേഷ് കെ ബാലൻ ആ വാർത്ത തരുന്നത് കാണുക. ശബരിമല സ്ത്രീ പ്രവേശനത്തിന്റെ പേര് പറഞ്ഞ് 114 ദിവസമായി സംസ്ഥാനത്ത് സംഘപരിവാർ നടത്തുന്ന സമര കോലാഹലങ്ങൾക്കും 49 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തി വന്ന നിരാഹാര നാടകത്തിനും നാണംകെട്ട അന്ത്യം. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട റിവ്യൂ ഹർജികൾ പരിഗണിക്കണമോ എന്ന് സുപ്രീം കോടതി തീരുമാനിക്കുന്നതിന് 2 ദിവസം മുമ്പാണ് സെക്രട്ടേറിയറ്റ് നടയിലെ സമരത്തിൽ നിന്നുള്ള പിൻവാങ്ങൽ. സമരം വിജയത്തിൽ എത്തിയില്ലെന്ന സംസ്ഥാന പ്രസിഡന്റിന്റെ കുംഭസാരത്തോടെയാണ് വിശ്വാസത്തെ മുതലെടുക്കാനായി ആരംഭിച്ച സമര നാടകത്തിന് തിരശീല വീഴുന്നത് എന്നും ദേശാഭിമാനി ഇപ്പോൾ ഇതുമായി ബന്ധിപ്പിച്ച് വാർത്ത നമുക്ക് തരുന്നു. കുറേയേറെ ആൾക്കാർ ജയിലിലാണ്. അവർക്ക് ജാമ്യം കിട്ടാൻ വകുപ്പാണ്. അവരെയൊക്കെ പുറത്തേക്ക് ഇറക്കണം. വലിയ പണച്ചിലവുള്ള കാര്യമാണ്. 1358 കോടി രൂപയാണ് BJPയുടെ ബാങ്കിലെ നിക്ഷേപം. ഇപ്പോൾ ഇത്രയധികം ബാങ്ക് നിക്ഷേപമുള്ള ഒരു പാർട്ടി ലോകത്തെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്ന് അത്ഭുതമാണ്. 1358 കോടി രൂപ. അതിൽ 1-2 കോടി കൊടുത്താൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷേ അക്കാര്യത്തിൽ പണപ്പിരിവിനാണ് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നത്. പണപ്പിരിവിനും ഒരു നല്ല പേര് കൊടുത്തു. ശതം സമർപ്പയാമി, 100 രൂപ വെച്ച് തരേണമേ. ആ കാര്യത്തിൽ ധാരാളം പേർ ജയിലിൽ കിടക്കുമ്പോൾ വലിയ ചിലവുണ്ട്. ആ ചിലവ് നികത്താനാണ് ഈ ശതം സമർപ്പയാമി. എന്തിനാണ് ഈ സമർപ്പയാമി? സ്ത്രീകളെ അടിച്ചോടിച്ചവർക്ക് സഹായം നൽകാൻ. നാം അത് കണ്ടതാണ്. അതുമാതിരി തന്നെ സന്നിധാനത്ത് ഒരു സ്ത്രീയെ തേങ്ങയെടുത്തെറിയാൻ ഓങ്ങിയവർക്ക് സഹായം നൽകാൻ, പൃഷ്ഠം തിരിഞ്ഞ് 18ാം പടിയിൽ നിന്ന് നൃത്തം ചവിട്ടിയ ആൾക്ക് സഹായം നൽകാൻ. ഇതിനൊക്കെയാണ് 100 രൂപ ചോദിക്കുന്നത്. ആചാര സംരക്ഷണത്തെ ന്യായീകരിക്കാൻ വിശ്വാസ സംരക്ഷണം എന്ന പേരുമാറ്റി അവതരിപ്പിച്ച് ഭക്തജനങ്ങളെ കബളിപ്പിച്ചതും കൂടാതെ അരി തിന്നിട്ടും ആശാരിച്ചിയെ കടിച്ചിട്ടും പിന്നെയും മുറുമുറുക്കുന്നത് മാതിരി ശതം സമർപ്പയാമി എന്ന നിലയ്ക്ക് ഒരു കൗതുക വാർത്ത കൂടി ഇതുമായി ബന്ധിപ്പിച്ചു വന്നു. ഈ ശതം സമർപ്പയാമി എന്ന ആവശ്യത്തെ മുൻനിർത്തി വന്ന ഫേസ്ബുക്ക് പോസ്റ്റോ അല്ലെങ്കിൽ വാട്സാപ്പ് പോസ്റ്റോ അതിൽ പണമടക്കേണ്ട 100 രൂപ പണമടക്കേണ്ട ബാങ്കുണ്ട്. ആ ബാങ്കിന്റെ അക്കൗണ്ട് നമ്പർ ഏതോ വിരുദ്ധൻ അതിൽ കയറി തിരുത്തി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിന്റെ അക്കൗണ്ട് നമ്പറാക്കി. അതിൽ അതുവഴി കിട്ടിയത്രയും 3.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 1/4 പൈസ ദുരിതാശ്വാസത്തിന് കൊടുക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്ത നോക്കൂ സംഘികൾ ഒടുവിൽ തെറ്റിദ്ധരിച്ചാണെങ്കിലും 3.5 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. അയ്യപ്പന്റെ ശക്തി അവിടെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്തു. ഇങ്ങനെയൊക്കെയാണ് അലങ്കോലങ്ങളിലൂടെ തന്നെയാണ് ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ സംഘപരിവാറിനുള്ളിൽ നടക്കുന്ന സമരങ്ങളുടെ രൂപം ഇന്ന് മംഗളം എന്ന പത്രം 1-ാം പുറത്ത് തരുന്നു. RSSകാർ എല്ലാ രംഗങ്ങളിൽ നിന്നും BJPയെ പുറത്താക്കി, സംഘപരിവാർ BJPയെ പുറത്താക്കി എന്നാണ് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നത് കാണുക. നടയടച്ചതിനെ തുടർന്ന് ശബരിമല സമരത്തിന് പുതിയ രൂപവും ഭാവവും നൽകുക എന്ന ലക്ഷ്യത്തോടെ ഇന്നലെ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്ത് നടത്തിയ അയ്യപ്പ ഭക്ത സംഗമത്തിൽ നിന്ന് BJPയെ സംഘപരിവാർ പുറത്താക്കി. RSS പിന്തുണയുള്ള ശബരിമല കർമ്മസമിതി നേതൃത്വം നൽകിയ അയ്യപ്പ ഭക്ത സംഗമത്തിന്റെ വേദിയിലേക്ക് BJPയുടെ പ്രമുഖ നേതാക്കളെ ആരെയും ക്ഷണിച്ചില്ല. RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന O രാജഗോപാൽ MLA മാത്രമായിരുന്നു BJPയിൽ നിന്നുണ്ടായിരുന്ന പ്രമുഖ നേതാവ്. കോൺഗ്രസിൽ നിന്നും അടുത്തിടെ എത്തിയ G രാമൻ നായരും വേദിയിൽ ഉണ്ടായിരുന്നെങ്കിലും BJP സംസ്ഥാന ഉപാധ്യക്ഷൻ എന്ന പരിഗണന ലഭിച്ചില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ PS ശ്രീധരൻപിള്ളയ്ക്ക് സദസ്സിലായിരുന്നു സ്ഥാനം. ഉപാധ്യക്ഷൻ വേദിയിൽ, അധ്യക്ഷൻ സദസ്സിൽ
എന്തൊക്കെയാണോ കാണാൻ കഴിയുക. ഏതായാലും BJPയെ സംഘപരിവാർ അടിച്ച് പുറത്താക്കി എന്നാണ് മംഗളം പറയുന്നത്. ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ആര്? അത് ജാതി മേധാവിത്വമുള്ളവരാണ് എന്ന് പിണറായി മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നു. ജാതി മേധാവിത്വമുള്ളവരാണ് ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശ്വാസികൾക്ക് ഇവിടെ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് ബോധ്യമുണ്ട്. സമരം സമൂഹത്തിൽ ഏശിയില്ല എന്ന് അത് നടത്തിയവർ തന്നെ സമ്മതിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. അതും മംഗളം വാർത്തയാക്കി ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ശബരിമല കർമ്മസമിതിയുടെ ഉദ്ഘാടന വേദിയിൽ ഇന്നലെ രംഗത്ത് വന്ന അനന്യമായ വ്യക്തിത്വം അമൃതാനന്ദമയി തന്നെയാണ്. പിന്നണിയിലിരുന്ന് ചരട് വലിക്കുന്ന അവസ്ഥയിൽ നിന്നും മാറി മുന്നണിയിലേക്ക് തന്നെ അവർക്ക് വരേണ്ടി വരുന്ന അവസ്ഥ എന്തുകൊണ്ട് സംജാതമായി എന്ന് ചോദിച്ചാൽ മുന്നണിയിൽ നിന്നവരെല്ലാം കിതച്ചു. അതുകൊണ്ട് പിന്നണിക്കാർ രംഗത്ത് വന്നേ മതിയാകൂ എന്ന അവസ്ഥ എത്തിയത് കൊണ്ടാണ് അവർക്ക് തന്നെ രംഗത്ത് വരേണ്ടി വന്നത്. ഏതായാലും കേരള കൗമുദിയുടെ ലീഡ് വാർത്ത അമൃതാനന്ദമയിയുടെ പ്രസ്താവമാണ്. കാണുക. അമ്മ വന്നു അലകടലായി അയ്യപ്പ ഭക്തർ, ആചാരങ്ങൾ സംരക്ഷിക്കണം മാതാ അമൃതാനന്ദമയി. അതാണ് അവരാവശ്യപ്പെട്ടത്. ആചാരങ്ങൾ സംരക്ഷിക്കണം, ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും ശബരിമലയിലുണ്ടായ വിവാദങ്ങൾ ദൗർഭാഗ്യകരമാണെന്നും മാതാ അമൃതാനന്ദമയി പറഞ്ഞു. ശബരിമല കർമ്മസമിതി പുത്തരക്കണ്ടം മൈതാനത്ത് നടത്തിയ അയ്യപ്പ ഭക്ത സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അമൃതാനന്ദമയി. അത് പറയാം, പക്ഷേ അങ്ങനെ പറയുമ്പോൾ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ഒരു സന്യാസിനി പറയുമ്പോൾ, അതും ഒരു ഹൈന്ദവ സന്യാസിനി പറയുമ്പോൾ അവർക്കത് പറയാനുള്ള യോഗ്യതയുണ്ടോ? അതൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ആചാര ലംഘനത്തിനെതിരെ പ്രസംഗിക്കുന്ന അമൃതാനന്ദമയിയോളം ആചാരം ലംഘിച്ച മറ്റാരാണുള്ളത്? ഒന്ന്, ഏറ്റവും വലിയ ആചാര ലംഘനം അവർ നടത്തിയത് ദേവസ്ഥാനത്ത് പ്രതിഷ്ഠ നടത്തിക്കൊണ്ടാണ്. ഒരു സന്യാസിനിക്ക്, ഒരു സ്ത്രീക്ക് പ്രതിഷ്ഠ നടത്താമെന്ന് ഏത് ഹൈന്ദവ വിശ്വാസമാണ് അവരെ പഠിപ്പിച്ചിരിക്കുന്നത്? നടത്തരുത് എന്ന ആചാരം കൂടിയുണ്ട്. ഏറ്റവും വലിയ ആചാര വിധ്വംസക ഇന്നലെ പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് പ്രസംഗിക്കുകയാണ് അയ്യപ്പന്റെ ശബരിമലയിൽ ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന്. സ്ത്രീകൾക്ക് പ്രതിഷ്ഠാവിധിയില്ല ഹൈന്ദവ മതത്തിൽ. അവരുടെ ആശ്രമത്തിൽ മാത്രമാണ് പ്രതിഷ്ഠ നടത്തിയത്. ശരി, അവരുടെ ആശ്രമത്തിൽ മാത്രം നടത്തുന്നു എന്നതുകൊണ്ട് അത് പ്രതിഷ്ഠയല്ലാതാകുന്നില്ല. ജനങ്ങൾ അവിടെ പോയി തൊഴുന്നുണ്ടല്ലോ ഭക്തി നിർഭരമായി. സ്ത്രീകൾക്ക് പ്രതിഷ്ഠ വിധിച്ചിട്ടില്ലാത്തടത്ത് ആ ആചാരം ലംഘിച്ചയാളാണ് ഇനി ആരും ആചാരം ലംഘിക്കരുത് എന്ന് പറഞ്ഞത്. വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരുവും ആചാരം ലംഘിച്ച് തന്നെയാണ്. കാരണം എന്താ പറയുക, ബ്രാഹ്മണരൊഴിച്ച് ബാക്കി ആർക്കും ഇത് പ്രതിഷ്ഠ നടത്താൻ അവകാശമില്ല. അമൃതാനന്ദമയി ബ്രാഹ്മണ സ്ത്രീ അല്ല, സ്ത്രീയുമാണ്. അതുകൊണ്ട് ബ്രാഹ്മണനല്ല, സ്ത്രീയാണ് എന്നിട്ടും പ്രതിഷ്ഠ നടത്തുക എന്ന വലിയ ആചാര ലംഘനം നടത്തിയ ആളാണ് ഇപ്പോൾ നമ്മോട് വന്ന ആചാര ലംഘനം നടത്തരുത് എന്ന് പറഞ്ഞത്. ആയിരക്കണക്കിന് ആളുകളെ നിമിഷം ആലിംഗനം ചെയ്യുന്നയാളാണ് അമൃതാനന്ദമയി ദേവി. നാം കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ സവിശേഷത ഈ ഹഗ്ഗിങ് ആയിരിക്കും, ഈ ആലിംഗനമായിരിക്കും. ആലിംഗനം തൊടാതെ ഒന്നും കഴിയില്ല. ഈ സന്യാസിനി നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് എന്നാണ് അവകാശപ്പെടുന്നത്. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചാരിത്വം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് സ്ത്രീയെ കയറ്റരുത് എന്ന ആചാരം. ഈ ആചാരം ലംഘിക്കരുത് എന്ന് പറയുന്ന ഈ സന്യാസിനി അനുനിമിഷം ആയിരക്കണക്കിന് യുവാക്കളെ അടക്കം ആലിംഗനം ചെയ്ത്, യുവതികളെ അടക്കം ആലിംഗനം ചെയ്ത് അവർ അവകാശപ്പെടുന്ന നൈഷ്ഠിക ബ്രഹ്മചര്യം നിലനിർത്താൻ കഴിയുന്നുണ്ട് എങ്കിൽ അയ്യപ്പൻ എന്തുകൊണ്ടത് കഴിയില്ല? എല്ലാം പൂർവാപര വിരുദ്ധമാണ് ഇവർ ചെയ്യുന്നത്. ഒന്ന് പറയും മറ്റൊന്ന് ചെയ്യും, ഒന്ന് പറയും മറ്റൊന്ന് ചെയ്യുമെന്ന് പറയുന്നവർ യഥാർത്ഥ സന്യാസിയല്ല എന്നാണ് സന്യാസി സങ്കല്പങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. ഏതായാലും പൂർവാപര വിരുദ്ധതയോടെ ആ നിലയ്ക്ക് കാര്യങ്ങൾ കാണുമ്പോൾ ആചാരലംഘനം ഗംഭീരമായി നടത്തി അതിലൂടെയാണ് അവർക്ക് പ്രശസ്തി കിട്ടിയത്. നല്ല കാര്യങ്ങളാണ് അവർ അക്കാര്യത്തിൽ ചെയ്തത് എന്നാണ് ഞാൻ ഗണിക്കുന്നത്. അതിനെ തന്നെ തള്ളിപ്പറയുകയാണ് അമൃതാനന്ദമയി ചെയ്തത്. അതേതായാലും
മിതമായ ഭാഷയിൽ പറഞ്ഞാൽ മര്യാദയായില്ല. ഇനി മറ്റൊന്ന്, ചിദാനന്ദപുരി എന്ന് പറഞ്ഞൊരു സന്യാസി രംഗത്ത് വന്നിട്ടുണ്ട്. കുറേയൊക്കെ അറിയപ്പെടുന്നയാളാണ്. ഹൈന്ദവ സമൂഹത്തെ തന്നെ തകർക്കാൻ ശ്രമം നടക്കുന്നു സ്വാമി ചിദാനന്ദപുരി. നോക്കൂ, ഈ കള്ള സന്യാസിമാരും ആൾ ദൈവങ്ങളും ചേർന്ന് ഹൈന്ദവതയെ തകർത്തിടത്തോളം ആര് വിചാരിച്ചാലും തകർക്കാൻ കഴിയില്ല. അത്രത്തോളം വലിയ തകർച്ചയാണ് അവർ ഈ മതത്തിനും മതസ്ഥാപനങ്ങൾക്കും നേരെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്നിട്ടും അദ്ദേഹം പറയുന്നു ഹൈന്ദവ സമൂഹത്തെ തകർക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്ന്. ശബരിമല കർമ്മസമിതി സംഘടിപ്പിച്ച അയ്യപ്പ ഭക്ത സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധിക്ക് ശേഷം കേരളത്തിൽ ഹൈന്ദവ വിഭാഗങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരന്നതിന് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. എല്ലാം പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് ഈ നിയമം കൊണ്ടുവന്നത്, പിണറായി വിജയനാണ് കോടതി നടത്തിയത്, പിണറായി വിജയനാണ് വിധിച്ചത് എന്നൊക്കെ തോന്നും. വിധിച്ചത് സുപ്രീം കോടതിയാണ്. സുപ്രീം കോടതിയുടെ ആ വിധിയെ മാന്യമായി എതിർക്കണം, ആണത്തത്തോടെ എതിർക്കണം. കർമ്മയോഗിയായ സന്യാസിയായിരുന്നല്ലോ ഗാന്ധി, നിയമലംഘനം നടത്തിയ ആളായിരുന്നല്ലോ ഗാന്ധി. കോടതിയെ എതിർക്കാൻ കഴിയണം. ഈ പറയുന്ന സ്വാമി ചിദാനന്ദപുരിക്ക് അതിന് മൂത്രമൊഴിക്കേണ്ടി വരും. പേടിയാണ് ഇവർക്കൊക്കെ. അത് ചെയ്യില്ല. മറിച്ചൊരു പിണറായിയെ കിട്ടിയിട്ടുണ്ട്, അത് കയറി കടവിറങ്ങും. അത്രയേ ഉള്ളൂ കാര്യം. ധീരതയില്ല, ധൈര്യമില്ല. ധൈര്യമില്ലാത്ത ഒരാൾക്ക് ബ്രഹ്മചാരി ആകാനാവില്ല. ബ്രഹ്മചാരി അല്ലാത്ത ഒരാൾക്ക് യഥാർത്ഥ സന്യാസിയാകാനും കഴിയില്ല. കള്ള സന്യാസിയാണ്. അതുകൊണ്ടാണ് ആരുടെയോ മേൽ കുതിര കയറുന്നത്. ഹൈന്ദവരെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല. ഹൈന്ദവർ എന്ന പേരിൽ ആരെങ്കിലും ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ സ്വയം ഒറ്റപ്പെടുത്തുന്നു എന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അണികളിൽ 90% ഹൈന്ദവരാണ്. ഇവർ പറയുന്നതൊന്നും അവർ കേൾക്കാൻ പോകുന്നില്ല. അമൃതാനന്ദമയിയുടെ ആശ്രമം, വലിയ ആശ്രമം നിലനിൽക്കുന്ന ഇടത്ത് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഇപ്പോൾ അസംബ്ലിയിൽ ഉള്ളത് എന്നുകൂടി നാം ഓർക്കുക. അങ്ങനെ പറയുമ്പോൾ ഇവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നിന്ന് ആരും ഒന്നും പഠിക്കുന്നില്ല. ഒരു മൂന്നാംകിട രാഷ്ട്രീയക്കാരനേക്കാൾ എത്രയോ താഴെയായിരുന്നു ഇയാളുടെ പ്രസംഗം എന്ന കാര്യവും നാം ഓർക്കണം. ശബരിമല വിർച്വൽ ക്യൂവിൽ 51 പേരുടെ പട്ടിക കോടതിയിലെത്തിയേയില്ല. ആ പട്ടിക അത് ഒരു അഫിഡവിറ്റുമായിരുന്നില്ല. എന്തു പുകിലായിരുന്നു എല്ലാം. ശബരിമലയിൽ സ്ത്രീകൾ കയറിയപ്പോൾ വഞ്ചിച്ചു തങ്ങളെ എന്ന് പറഞ്ഞത് ശ്രീധരൻപിള്ളയാണ്. ശ്രീധരൻപിള്ളയുടെ ഗണത്തിൽപ്പെടുന്ന ആളുകൾക്കൊക്കെ ദുഃഖമാണ്, പരമദുഃഖമാണ്. അത് തന്ത്രിയായാലും രാജാവായാലും മറ്റു പലരായാലും ദുഃഖമാണ് പെണ്ണുങ്ങൾ കയറിയപ്പോൾ. ആ നിലയ്ക്ക് ഒരു വിർച്വൽ ക്യൂ അത് നമുക്കറിയാം. അത് കൃത്യമായും ഒരു സൈറ്റ് ഓപ്പൺ ചെയ്ത് കേരള സർക്കാർ പറഞ്ഞു വരണമെന്ന് പറയുന്ന സ്ത്രീകൾക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്തു വരാം. 7500 ശിഷ്ടം ആളുകൾ അതിൽ രജിസ്റ്റർ ചെയ്തു. ആ ലിസ്റ്റിൽ നിന്ന് കയറിയ 51 പേർ ആ ലിസ്റ്റ് എടുത്ത് അതേപടി അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് കൊടുത്തത് കോടതിക്ക്. കോടതി അത് സ്വീകരിച്ചിട്ടേ ഇല്ല. കോടതിയിൽ അത് ഒരു കാര്യവുമല്ല. എന്നിട്ടും 3 ദിവസമാണ് ഈ മാധ്യമങ്ങളൊക്കെ സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. ആരും കയറിയില്ല. കാണുക ദീപികയിൽ 1-ാം വാർത്ത. ശബരിമല പട്ടിക 15 പേരെങ്കിലും തിരുത്തേണ്ടി വരും. ശബരിമലയിൽ കയറിയെന്ന് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച 51 യുവതികളുടെ പട്ടിക തിരുത്തുമ്പോൾ 15 പേരുകളിലെങ്കിലും മാറ്റം വരുത്തേണ്ടി വരും. ഒരു പട്ടികയും സമർപ്പിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു സത്യം. ഏതായാലും പോലീസ് സംസ്ഥാന മേധാവിയുടെ നിർദ്ദേശാനുസരണം പ്രാഥമിക പരിശോധന നടത്തിയപ്പോഴാണ് 15 പേരുകളിലെങ്കിലും മാറ്റം വരുത്തേണ്ടി വരുമെന്ന് കണ്ടെത്തിയത്. അങ്ങനെ വന്നാലും 20-25 പേർ സുഖമായി അവിടെ ദർശനം നടത്തി പോയി കഴിഞ്ഞിരിക്കുന്നു. 50 വയസ്സിന് താഴെയുള്ളവർ അഥവാ 50 വയസ്സിന് താഴെയാണ് എന്ന് അവർ പറയുന്നവർ, അങ്ങനെ പറഞ്ഞാൽ മതി. ആ നിലയ്ക്കാണ് ആ വാർത്ത പോകുന്നത്. ഏതായാലും ശബരിമലയിൽ കയറിയവരുടെ അംഗബലം വളരെ കൂടുതലാണ് എന്ന് പറയാതെ വയ്യ. നാം വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ബംഗാളിൽ കൽക്കത്തയിൽ വലിയൊരു സമ്മേളന സംഭവം നടന്നു. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഒരു ചെറിയ പരസ്യ വേളയ്ക്ക് ശേഷം. കഴിഞ്ഞ ശനിയാഴ്ച കൽക്കത്തയിൽ നടന്ന മഹാസമ്മേളനത്തിൽ ഒരു 10 ലക്ഷത്തോളം ആൾക്കാർ പങ്കെടുത്ത
20 ലക്ഷമെന്നാണ് മമതാ ബാനർജി പറയുന്നത്. എങ്കിലും 10 ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുത്ത ഒരു മഹാറാലി. ആ റാലിയിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ മുഖങ്ങൾ ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ടു. അവരിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ആ ജാഥയിൽ, ആ റാലിയിലെന്ന് കാണുക. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി സംഘടിപ്പിച്ച യുണൈറ്റഡ് ഇന്ത്യ റാലിയിൽ കോൺഗ്രസിനെ പ്രതികരിച്ച് മല്ലികാർജ്ജുന ഖാർഗെയും അഭിഷേക് മനു സിംഗ്വിയും എത്തി. മുൻ പ്രധാനമന്ത്രി HD ദേവഗൌഡ, SP നേതാവ് അഖിലേഷ് യാദവ്, NCP നേതാവ് ശരത് പവാർ, RJD നേതാവ് തേജസ്വി യാദവ്, മുഖ്യമന്ത്രിമാരായ കുമാരസ്വാമി, കേജ്രിവാൾ, ചന്ദ്രബാബു നായിഡു, ജാർഖണ്ഡിൽ നിന്ന് ഹേമന്ത് സോറൻ, തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ, അങ്ങനെ 23 പാർട്ടി നേതാക്കളാണ് അണിനിരുന്നത്. BJP സഹയാത്രികരായ ശത്രുഘ്നൻ സിൻഹയും യശ്വന്ത് സിൻഹയും അരുൺ ഷൂരിയും വേദിയിലെത്തി. BSPയുടെ പ്രതിനിധിയും എത്തി. ആ നിലയ്ക്ക് ഏറ്റവും വലിയ ഒരു റാലി. ആ റാലിയിൽ എത്താത്തവർ ലെഫ്റ്റ് ഇടതുപക്ഷ പാർട്ടികളും ബിജു ജനത എന്ന പാർട്ടിയും മാത്രമായിരുന്നു. ഏതായാലും മോദിക്കെതിരെ നടന്ന ഏറ്റവും വൻപിച്ച റാലിയായിരുന്നു അത്. ശനിയാഴ്ച മോദി അതിനെ പരിഹസിച്ചു. മോദി പറഞ്ഞു, എല്ലാ പ്രതിപക്ഷവും രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് അപേക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന്. ഉരുളക്കുപ്പേരി പോലെ അതിന് മറുപടി കൊടുത്തിരിക്കുന്നു. ഇന്ന് വീക്ഷണം എന്ന പത്രത്തിന്റെ 1-ാം പുറം ആ മറുപടി തരുന്നു. 100 ദിവസത്തിനുള്ളിൽ അവർ സ്വതന്ത്രരാകും. മോദിയുടെ ആക്ഷേപത്തിന് രാഹുലിന്റെ മറുപടി കാണുക. പ്രഭോ, സഹായത്തിനായുള്ള നിലവിളികൾ തൊഴിൽരഹിതരായ ദശലക്ഷക്കണക്കിന് യുവാക്കളുടേതാണ്, ദുരിതത്തിലായ കർഷകരുടേതാണ്, അടിച്ചമർത്തപ്പെട്ട ദളിതുകളുടെയും ആദിവാസികളുടെയും പീഡിപ്പിക്കപ്പെട്ട ന്യൂനപക്ഷങ്ങളുടേതുമാണ്, തകർന്ന ചെറുകിട വ്യാപാരികളുടേതാണ്. നിങ്ങളുടെ ദുർഭരണത്തിൽ നിന്നും കഴിവില്ലായ്മയിൽ നിന്നും മോചിതരാകാൻ അവർ യാചിക്കുകയാണ്. 100 ദിവസത്തിനുള്ളിൽ അവർ സ്വതന്ത്രരാകും. ഒരു സ്വാതന്ത്ര്യ സമരമാണ് ഈ 19-ാം തീയതി നടക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആ നിലയ്ക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇന്നത്തെ ചിത്രം. നമ്മുടെ ഹരിപ്പാട്ടെ കാർത്യായനിയമ്മ എന്ന മുത്തശ്ശി ഇപ്പോൾ കോമൺവെൽത്തിന്റെ പഠന ഗുഡ്വിൽ അംബാസഡറാണ്. എത്ര പേർക്ക് അറിയാമത്? ഈ ചിത്രം കാണുക. ഇതാണ് കാർത്യായനിയമ്മ. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ അക്ഷരലക്ഷം പരീക്ഷയിൽ 1-ാം റാങ്കുകാരിയാണ് ഇരിക്കുന്നത്. ഇനി 4-ാം ക്ലാസ്സും 7-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സും പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഈ 96 വയസ്സുകാരി കമ്പ്യൂട്ടർ പഠിക്കാൻ നടത്തുന്ന ശ്രമം മാധ്യമം 1-ാം പേജിൽ ചിത്രമാക്കി നമുക്ക് തന്നിരിക്കുന്നു. ഈ ചിത്രത്തോട് ഇന്നത്തെ വർത്തമാനം സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.